വയനാട് ദുരന്തം വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ നമുക്ക് ഒരു പൈസ പോലും സഹായം നൽകാതെ നിൽക്കുന്ന സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ഇന്നലെ സംസ്ഥാന വ്യാപകമായ LDFന്റെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുന്ന ദിവസമാണ്. കേന്ദ്ര സർക്കാർ സഹായം സംബന്ധിച്ച് കൃത്യമായ സത്യവാങ്മൂലം നൽകണമെന്ന് പലതവണ കോടതി നിർദ്ദേശിച്ചുവെങ്കിലും വ്യക്തമായൊരു മറുപടി ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. കോടതി ഇന്ന് ഈ വിഷയത്തിൽ എന്തു പറയുമെന്നത് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അർച്ചന കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വാർത്തയുടെ പൂർണ്ണ വിവരങ്ങളുമായി നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. അർച്ചന, ഒരു നാടിനെ പുനരധിവസിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കേണ്ട സമയം. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് സംഭവിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കേവല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് അത് കഷ്ടത്തിലാക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ മുന്നോട്ടുള്ള ജീവിതത്തെയാണ്. ഏതായാലും ഹൈക്കോടതി സ്വമേധയാ എടുത്ത് കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന് നിലപാട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ സഹായം നൽകാൻ കഴിയും എന്നതിനെക്കുറിച്ച്. പക്ഷേ അപ്പോഴും അവർ അതിൽ ഒളിച്ചുകളി തുടരുകയാണ്. ഒരു വ്യക്തത ഇതുവരെ കേന്ദ്ര സർക്കാർ കോടതിയിൽ വരുത്തിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായും മനു, കേന്ദ്ര നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവും അതുപോലെ വിമർശനവും ഉയർന്നു വരുന്നതിനിടെയാണ് ഇന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് വീണ്ടും പരിഗണിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ തുടരുന്നത്. അത് ഇന്നും തുടരും. പ്രധാനമായും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കൃത്യമായ ഒരു സത്യവാങ്മൂലം നൽകാൻ ഇതുവരെ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. കഴിഞ്ഞ തവണയും ഹൈക്കോടതി ഇതേ കാര്യം തന്നെയാണ് ഉന്നയിച്ചത്. അതായത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായ സത്യവാങ്മൂലം നൽകുക എന്നാണ് പ്രധാനമായും ഹൈക്കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞില്ല എന്നാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് 153 കോടി അംഗീകാരം നൽകിയെന്നാണ്. എന്നാൽ ഈ 153 കോടി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ബാക്കിയുള്ള തുകയിൽ നിന്നും 50% അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അത്തരത്തിലുള്ളൊരു നിലപാടാണ് പ്രധാനമായും കേന്ദ്ര നിലപാടായി ഹൈക്കോടതിയിൽ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ കൃത്യമായി എത്ര ഫണ്ട് തരുമെന്നോ അല്ലെങ്കിൽ എപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്നോ കൃത്യമായി പറയാൻ ഇതുവരെ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എല്ലാ തവണയും ഇത്തരത്തിൽ കേസ് പരിഗണിക്കുമ്പോഴും ഒരു ഒഴിഞ്ഞു മാറൽ അല്ലെങ്കിൽ ഒരു ഒളിച്ചു കളിയാണ് കേന്ദ്രം തുടരുന്നത്. അത് ഇന്നും തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതുവരെ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്നും സത്യവാങ്മൂലം നൽകാൻ തന്നെയായിരിക്കും, കൃത്യമായൊരു സത്യവാങ്മൂലം നൽകാൻ തന്നെയായിരിക്കും ഹൈക്കോടതി പ്രധാനമായും ആവശ്യപ്പെടുക. അത് ഇന്നും ഒളിച്ചുകളി കേന്ദ്രം തുടരാനുള്ളൊരു സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും പ്രധാനമായും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും സമർപ്പിച്ചതാണ്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊന്നും ഒന്നും വന്നിട്ടില്ല എന്നാണ് കേന്ദ്രം നേരത്തെ തന്നെ ഇത്തരത്തിൽ വിഷയങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ എല്ലാ കൃത്യമായ റിപ്പോർട്ടും നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചതാണ്. അതേസമയം ഈ കേന്ദ്ര നിലപാടിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധമാണ്. ഇതിൽ പ്രധാനമായും ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഇതിന് കൃത്യമായ ഈ കേന്ദ്ര നിലപാടിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നാണ്. അങ്ങനെ പറയുന്നതിലും അവരെ സംശയിക്കാൻ കഴിയില്ല. കാരണം പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം വലിയ തുക അനുവദിക്കുകയും കേരളത്തോട് ഇത്തരത്തിലുള്ള അവഗണന കാണിക്കുകയും ചെയ്യുമ്പോഴാണ് അത്തരമൊരു വിഷയം ഉന്നയിക്കുന്നത്. മാത്രമല്ല, പാർലമെന്റിലടക്കം ഈ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല. അതിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അലയടികളെല്ലാം തന്നെ പാർലമെന്റിലും കാണുകയാണ്, കേരളത്തിനകത്തും കാണുകയാണ്. എന്നിട്ടും കേന്ദ്രത്തിന് മിണ്ടാട്ടമില്ല എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയം, കേന്ദ്രത്തിൻ്റെ നിലപാടിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് പ്രധാനമായും പറയുന്നത്. ഇനി കേരളത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസമാണ്. അതിന് കേന്ദ്രത്തിൻ്റെ സഹായം ഉടൻ ലഭ്യമാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ വീണ്ടും ആവശ്യപ്പെടുന്നത്. അതിലെന്തായാലും വ്യക്തത വരുത്താനോ അതിൽ ഒരു കൃത്യമായ നിലപാട് അറിയിക്കാനോ കേന്ദ്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നല്ലോ, കേന്ദ്രം വളരെ വേഗത്തിൽ സഹായം പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായെന്ന്. കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയും അതേ നിലപാടാണ് സ്വീകരിച്ചത്. കേന്ദ്രം എത്രയും വേഗം സഹായം നൽകേണ്ട ഗൗരവതരമായ സാഹചര്യമാണ് വയനാട്ടിലുള്ളത് എന്നാണ് അമിക്കസ് ക്യൂറിയും പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളും കോടതി കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിൽ വച്ചിട്ടും ഇതേവരെ അതിനോടൊരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഒന്ന് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി, മറ്റൊന്ന് നീതിപീഠത്തോടുള്ള വെല്ലുവിളി, ഇത് രണ്ടും നമ്മളിവിടെ കാണേണ്ടതുണ്ട്.
തീർച്ചയായും മനു, ഹൈക്കോടതിയും ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് എത്രയും വേഗം വയനാട്ടിലെ ജനങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യൂ എന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ആവർത്തിച്ച് പറഞ്ഞത്. ഇത് വീണ്ടും വീണ്ടും ഹൈക്കോടതിയാണ് ഇത്തരത്തിൽ പറയുന്നത് എന്ന് കൂടി നമ്മൾ നോക്കണം. അപ്പോഴെല്ലാം തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് മുഖം തിരിഞ്ഞുള്ളത്, അതായത് കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണന, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത്. ഇത് ജനങ്ങളോടും വയനാടിനോടുമുള്ള വെല്ലുവിളിയാണ്. നമുക്കറിയാം, ഈ ജൂലൈ 30-നാണ് വയനാട് ദുരന്തം സംഭവിക്കുന്നത്. അതിനുശേഷം 10 ദിവസത്തിനുള്ളിൽ തന്നെ മോദി വരികയും എല്ലാ സഹായവും, കേരളത്തിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും പറഞ്ഞു പോയവരാണ്. എന്നാൽ ഇതുവരെ കേരളത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. ഒരു സഹായവും കേരളത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും മുഖം തിരിച്ചവരാണ് ഇത്തരത്തിൽ ഈ നിലപാട് തന്നെ തുടരുന്നത്. എന്തായാലും ഇന്ന് ഹൈക്കോടതി പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ വാദങ്ങൾ ഉന്നയിക്കാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കേസ് പരിഗണിച്ചപ്പോൾ കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല, കൃത്യമായ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ രൂക്ഷമായ വിമർശനം എന്തായാലും ഇന്ന് ഹൈക്കോടതി ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഇന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിലപാടോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സത്യവാങ്മൂലമോ നൽകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എന്തായാലും സംസ്ഥാന സർക്കാർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിൽ ഉടനെ തന്നെ, അതായത് വയനാട്ടിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഉടനെ തന്നെ കേന്ദ്ര സഹായം നൽകണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതുണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും സർക്കാർ ആവശ്യപ്പെടും. ഇന്നും നേരത്തെയും എല്ലാം തന്നെ ആമിക്കസ് ക്യൂറിയും ഇത് വ്യക്തമാക്കിയതാണ്, ഹൈക്കോടതിയും വ്യക്തമാക്കിയത്. അതായത് കൃത്യമായ സഹായം വയനാടിനായി എത്തിക്കണമെന്ന് ആമിക്കസ് ക്യൂറി റിപ്പോർട്ടിലുമുണ്ട്. അതെല്ലാം തന്നെ തള്ളിക്കളഞ്ഞാണ് കേന്ദ്രം ഇത്തരത്തിലൊരു നിലപാട് തുടരുന്നത്. എന്തായാലും ഇന്നത്തെ ഈ വാദത്തിൽ എന്തായിരിക്കും പ്രധാനമായും ഹൈക്കോടതി ഉന്നയിക്കുക എന്താണ് നമ്മൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലൊരു വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നെന്തായാലും കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഗൗരവത്തോടെ തന്നെ വിഷയം കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കേന്ദ്രം ഈ ഒളിച്ചുകളി തുടരുകയാണ് മനു. ശരി അർച്ചന, നമുക്ക് നോക്കാം. കേന്ദ്രം ആ ഒളിച്ചുകളി ഇന്നും കോടതിയിൽ തുടരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി എന്ത് നിലപാട് സ്വീകരിക്കും, കർശന നിലപാടിലേക്ക് നീതിപീഠം പോകുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.